എന്റെ പാപഭാരമെല്ലാം നീക്കണേ യേശുവേ, എന്നും നീതിമാന്റെ മാർഗം നൽകണേ. രക്ഷകാ, എന്റെ പാപഭാരമെല്ലാം നീക്കണേ യേശുവേ, എന്നും നീതിമാന്റെ മാർഗം നൽകണേ. ഇടയ വഴിയിൽ നീ അഭയമരുളൂ രക്ഷകാ, എന്റെ പാപഭാരമെല്ലാം നീക്കണേ യേശുവേ, എന്നും നീതിമാന്റെ മാർഗം നൽകണേ. പ്രിയരെ, ഞാൻ ഒരു രംഗം നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരികയാണ്. സ്വയം കാണുവാൻ ശ്രമിക്കുക. ഒരു വീടിൻ്റെ വാതിലിന് പുറത്ത് കോപാകുലരായ കുറേ ജനക്കൂട്ടം. അകത്ത് ദൈവത്തിൻ്റെ ദൂതന്മാർ. വാതിൽ തകർക്കാൻ വരുന്ന ജനക്കൂട്ടത്തിൻ്റെ മുൻപിൽ ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരാൾ. ആരായിരിക്കും അയാൾ? അതെ, അത് ലോത്തായിരുന്നു. സോദോമിൻ്റെ ഇരുട്ടിൻ്റെ നടുവിൽ ഒരു നിമിഷത്തേക്കെങ്കിലും നിലപാടുള്ള ഒരു മനുഷ്യനായി ലോത്ത് വാതിൽക്കൽ നിന്ന രംഗമാണിത്. ഇന്നത്തെ ചിന്താവിഷയം നിലപാടുള്ള ലോത്ത്. വേദഭാഗം ഉൽപ്പത്തി 19 അധ്യായം 2 മുതൽ 11 വരെയുള്ള വേദഭാഗം. ഏവർക്കും കൃപാധനികൾ എന്ന വചന പരമ്പരയിലേക്ക് സ്വാഗതം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റവറൻഡ് സലിൻ അച്ഛൻ. ചരിത്ര പശ്ചാത്തലത്തിലേക്ക് നോക്കുമ്പോൾ സോദോം സമ്പന്നവും സൗകര്യ സമ്പന്നവുമായ നഗരവുമായിരുന്നു. എന്നാൽ അതിൻ്റെ സാമൂഹികവും ധാർമ്മികവുമായ അധപതനം അതിരു കടന്നിരുന്നു. ദൈവം ദൂതന്മാരെ അയച്ചു. ലോത്ത് സുന്ദരന്മാരായ ദൂതന്മാരെ സ്വീകരിച്ചു. എന്നാൽ രാത്രി നഗരത്തിലെ സ്വഭാവ വൈകല്യമുള്ള ജനക്കൂട്ടം അവരെ ഫോഹിക്കാൻ അവൻ്റെ വീടിനെ വളഞ്ഞപ്പോൾ ലോത്ത് തൻ്റെ അതിഥികളെ സംരക്ഷിക്കുവാൻ മുന്നോട്ട് വന്നു. തൻ്റെ പെൺമക്കളെ വേണമെങ്കിലും നൽകാം, എന്നാൽ തൻ്റെ ആശ്രയം പ്രതീക്ഷിച്ചു വന്ന അതിഥികളെ അപായപ്പെടുത്തുവാൻ ഒരു കാരണവശാലും വിട്ടുതരില്ല എന്നായിരുന്നു ലോത്തിൻ്റെ നിലപാട്. ഇവിടെ നമുക്ക് ലോത്തിൽ ഒരു സ്വഭാവ ഗുണം കാണാം. അതേ, നിലപാട്. നിലപാട് എന്നത് എല്ലാവരും നമ്മോടൊപ്പം നിൽക്കുമ്പോൾ മാത്രം ശരിയുടെ പക്ഷത്ത് നിൽക്കുന്നതല്ല, ആരും കൂടെയില്ലെങ്കിലും ശരിയുടെ പക്ഷത്ത് നിൽക്കുവാനുള്ള ധൈര്യമാണ് നിലപാട്. ക്രിസ്ത്യാനിയുടെ നിലപാട് വ്യക്തിയുടെ സ്വഭാവ ഗുണമായിരിക്കണം. യേശു പറഞ്ഞു, മത്തായി 5:37, നിങ്ങളുടെ വാക്ക് അതെ അതെ എന്നും അല്ല അല്ല എന്നും ആയിരിക്കട്ടെ എന്ന്. അതായത് വിശ്വാസിക്ക് വ്യക്തത വേണം. തെറ്റിനോട് ഇല്ല, അനീതിയോട് ഇല്ല, അശുദ്ധിയോട് ഇല്ല, സത്യത്തോട് അതെ, ക്രിസ്തുവിനോട് എപ്പോഴും അതെ എന്ന് പറയുവാനുള്ള ആർജവം ഉണ്ടായിരിക്കണം എന്നാണ് ഈ വേദഭാഗം നമ്മെ പഠിപ്പിക്കുന്നത്. പൗലോസ് പറയുന്നു, റോമർ 12:9, തിന്മയെ വെറുത്ത് നന്മയോട് പറ്റി നിൽക്കുവൻ എന്ന്. പ്രിയരെ, ലോകത്തോട് ഒത്തുപോകുക എളുപ്പമാണ്, എന്നാൽ ക്രിസ്തുവിനോട് വിശ്വസ്തരായി നിൽക്കുകയാണ് യഥാർത്ഥ സ്വഭാവം. മാർട്ടിൻ ലൂതറിൻ്റെ പ്രസിദ്ധമായ നിലപാട് ഇവിടെ ഓർക്കേണ്ടതുണ്ട്. ഇവിടെ ഞാൻ നിൽക്കുന്നു, വേറെ ചെയ്യാൻ എനിക്കാവില്ല എന്ന്. എന്നാൽ ലോത്തിൻ്റെ ജീവിതം നമ്മെ മറ്റൊരു കാര്യം കൂടി പഠിപ്പിക്കുന്നു. അവൻ ഒരു നിമിഷത്തിൽ നിലപാടെടുത്തു. പക്ഷേ സോദോമിനോട് അടുത്ത് ജീവിച്ച ജീവിതം അവൻ്റെ ആത്മീയ ദൗർബല്യവും വെളിപ്പെടുത്തി. ഈ ലോത്തിൻ്റെ ജീവിതത്തിലൂടെ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, നമ്മുടെ നിലപാട് ഒരു നിമിഷത്തെ വികാരമാണോ അതോ ജീവിതത്തിൻ്റെ സ്വഭാവമാണോ? യഥാർത്ഥ ക്രിസ്തീയ നിലപാട് വാക്കുകളിൽ മാത്രമല്ല, ജീവിതത്തിൽ എന്നും ഉണ്ടാകണം. അതിനായി ദൈവം നമ്മെ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ,
എല്ലാവരും തെറ്റിൻ്റെ വഴിയിൽ പോയാലും സത്യത്തിന് വേണ്ടി നിൽക്കുവാനുള്ള ധൈര്യം തരണമേ. ഞങ്ങളുടെ നിലപാട് വാക്കുകളിൽ മാത്രമല്ല, ജീവിതത്തിലും ക്രിസ്തുവിന് പ്രതിഫലിപ്പിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. പ്രിയ ശ്രോതാക്കളെ, ജനക്കൂട്ടത്തെ പിന്തുടരുന്നവർ ആകാതെ ക്രിസ്തുവിനെ പിന്തുടരുന്നവർ ആകണം. നിലപാടുള്ള വിശ്വാസം, അതുതന്നെ ശക്തമായ സാക്ഷ്യം. വീണ്ടും കാണാം. നിങ്ങൾ കേട്ടുകൊണ്ടിരുന്നത് FLBFM ഗോസ്പൽ റേഡിയോ സ്റ്റേഷൻ ഒരുക്കിയ കൃപാധുനികൾ എന്ന വചനപരമ്പരയായിരുന്നു. ഞാൻ റവറൻ സൈലൻ സച്ചൻ. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. സ്നേഹം നിറഞ്ഞ വാക്കുകൾ നീറും മനസ്സിനേകി നീ, സ്നേഹം നിറഞ്ഞ വാക്കുകൾ ശരണാർത്ഥിയായിതാ തിരുമുമ്പിൽ നിന്നു ഞാൻ, ശരണാർത്ഥിയായിതാ തിരുമുമ്പിൽ നിന്നു ഞാൻ. പാടുന്നു ഏകാകി ഞാൻ, നാഥാ നീ കേൾക്കില്ലയോ, കാരുണ്യം ചൊരിയില്ലയോ. രക്ഷകാ, എന്റെ പാപഭാരമെല്ലാം നീക്കണേ. യേശുവേ, എന്നും നീതിമാന്റെ മാർഗം നൽകണേ. രക്ഷകാ, എന്റെ പാപഭാരമെല്ലാം നീക്കണേ. യേശുവേ, എന്നും നീതിമാന്റെ മാർഗം നൽകണേ. ഇടയ വഴിയിൽ നീ അഭയമരുളൂ. രക്ഷകാ, എന്റെ പാപഭാരമെല്ലാം നീക്കണേ. യേശുവേ, എന്നും